പാകിസ്ഥാൻ ബന്ധം വഷളായതോടെ പാക് ജയിലിൽ കഴിയുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. മഹാരാഷ്ട്രയിലെ ദഹാനുവിലുള്ള ആദിവാസി ഗ്രാമത്തിലെ 18 കുടുംബങ്ങളാണ് ഉറ്റവരെ കാത്തിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മോശമായതോടെ ജയിൽ മോചനത്തിനുള്ള വഴികളും താൽക്കാലികമായെങ്കിലും അടഞ്ഞു. മുംബൈയിൽ നിന്ന് ഏതാണ്ട് 130 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ദഹാനുവിൽ എത്തുക. ഉള്ളിലേക്ക് പോകുന്തോറും സപ്പോട്ട കൃഷിയിടങ്ങളും കുടിലുകളും അങ്ങിങ്ങായി കാണാം. ഞങ്ങളെ കാത്ത് കുറെ ആദിവാസി സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ട്, പ്രതീക്ഷ പറ്റിയ കണ്ണുകളുമായി. देखो अभी जो कमाता है, जो मेन कमाता है, घर को चलाता है, वही पकड़ा गया है। सब ये गांव से? हाँ, गांव से ही है। मतलब ये यहाँ की ग्राम पंचायत असवाली है और जाम्बू गांव है, वही ग्राम पंचायत के मतलब यही जंगली एरिया के जैसे गांव में किलड़ है सब। क्योंकि यहाँ की काम धंधा नहीं है, इसीलिए वो लोग ना इलाज से जाना पड़ता है, उनको बोट में भी जाना पड़ता है, मच्छी पकड़ने का जाना पड़ता है. ഗ്രാമത്തിൽ നിന്ന് പോയ 18 പേരാണ് പാക് ജയിലിൽ കഴിയുന്നത്. അച്ഛന്റെ ആധാർ വിവരവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെയും മക്കളെ കാത്തിരിക്കുന്ന അമ്മമാരെയും ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്ന സ്ത്രീകളെയും കണ്ടു. വീടുകളിലേക്ക് ചെന്നു നോക്കി. ദാരിദ്ര്യത്തിനപ്പുറം അവിടെ ഒന്നുമില്ല. സമുദ്രാതിർത്തി ലംഘിച്ചെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ തടവിലാക്കിയത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും മടക്കയാത്ര അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ 30 മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ ജയിൽ മോചിതരാക്കിയിരുന്നു, കൂടുതലും ഗുജറാത്തിൽ നിന്നുള്ളവർ. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായതോടെ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് ശേഷിക്കുന്നവരുടെ കുടുംബങ്ങൾ. ഇനിയെങ്കിലും ഇവരുടെ പ്രിയപ്പെട്ടവരെ തിരികെ എത്തിക്കാൻ വേഗത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. ദഹാനുവിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.